ഇന്ന് നമുക്ക് ചേമ്പുംതാൾ മുറിച്ചിട്ട് ഒരു ചേമ്പുംതാൾ കൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കുക. ചക്കക്കുരും പരിപ്പും ചേമ്പുംതാളും കൂടിയിട്ട് നമുക്കൊരു നാടൻ കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് താള് മുറിക്കുക. നാടൻ ചേമ്പാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കണ ചൊറിയാത്ത നാടൻ ചേമ്പിൻ്റെ താളാണ് നമ്മൾ മുറിക്കുന്നത്. നമുക്ക് രണ്ടെണ്ണം മതി. രണ്ടെണ്ണം മുറിച്ചിട്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാം. നമുക്കത് നന്നായി കഴുകി വെള്ളമൊക്കെ പോയിട്ട് തൊലിയൊക്കെ ചീന്തി കളഞ്ഞിട്ട് വേണം നമുക്കിത് മുറിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചേമ്പുംതാൾ കഴുകി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ തൊലി ഇങ്ങനെ ചീന്തിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ നാടൻ ചേമ്പിൻ്റെയാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കണ ചേമ്പിൻ്റെ തണ്ട്. നമുക്കിതിൽ 2 ചക്കക്കുരു ഇത്തിരി പരിപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു നാടൻ കൂട്ടാൻ വയ്ക്കാം. ഇത് മുറിക്കുക അതുപോലെ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള തണ്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേമ്പുംതാൾ ഇതാ ചെറുതാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ചേമ്പുംതാൾ പാത്രത്തിൽ കൊട്ടിയിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇത് കുറച്ച് മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ, 2 ചുമന്നുള്ളി, ഒരിത്തിരി നല്ല ജീരകം കൂട്ടി നമുക്ക് ഇത് അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ താള് വെന്തോ നോക്കാം. ചേമ്പുംതാളിൽ നല്ല വേവുണ്ട്, വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവട്ടെ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം.
ഇപ്പോൾ താള് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു ഇടാം. കുറച്ച് ചക്കക്കുരു വേവിച്ചതാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. താളും ചക്കക്കുരും പരിപ്പും. നമ്മൾ പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കണം. കറുവേപ്പില ഇട്ട് കൊടുക്കാം. പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ച് കടുക് വറുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ ഒഴിച്ച് കൊടുക്കാം. പരിപ്പ്, ചക്കക്കുരു, ചേമ്പുംതാള് ആണ് കൂട്ടാൻ. നമുക്ക് തേങ്ങ നല്ല പത വരുമ്പോൾ ഇറക്കാം. നമുക്കിത് ഇറക്കാം. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇറക്കി വയ്ക്കാം. അപ്പം നമുക്ക് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുക. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഇടാം. വറ്റൽമുളക്. കറിവേപ്പില. നമുക്ക് 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പുംതാള്, ചക്കക്കുരു, പരിപ്പ് എല്ലാം കൂടിയിട്ടൊരു നാടൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.